വെൽക്കം ടു മേരു ആൻഡ് കുട്ടീസ് കിച്ചൻ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശനിയാഴ്ചയാണ്. വൈകുന്നേരമായി, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി ഞങ്ങളൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. KFC ചിക്കനാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് ബട്ടർ മിൽക്ക് ഉണ്ടാക്കി പാലിൽ നാരങ്ങാനീരും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ബട്ടർ മിൽക്കാക്കി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് അത് സോക്ക് ചെയ്ത് 2 മണിക്കൂർ വെച്ച ശേഷമാണ് ഇപ്പോൾ ഞങ്ങളത് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞങ്ങൾ ചേർക്കാൻ പോകുന്ന മസാല കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത് ഞങ്ങൾ ചേർക്കുന്നുള്ളൂ. അത് അതും പിന്നെ കുറച്ച് സബോള, ഒരു കഷ്ണം ഇഞ്ചി, 5-6 ചുള വെളുത്തുള്ളി, അര സബോള ഇതെല്ലാം കൂടി ഞങ്ങൾ പേസ്റ്റാക്കിയതും ഈ മസാലയും മുളകും മല്ലിയും കുരുമുളക് പൊടി ചേർത്ത മസാലയും കൂട്ടി നന്നായി ഈ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു മുട്ടയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെച്ച ശേഷമാണ് ഞങ്ങളത് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ മകൾ നിമ്മിയാണ്. ഇപ്പോൾ മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്യാണ്. കുറച്ച് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ മൈദ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഈ മസാലയുടെ കൂടെ പേസ്റ്റ് ചേർത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മസാലയുടെ കൂടെ 2 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതിൽ പരത്തി വെച്ചിരിക്കുന്നത്. ആഹാ, ഇന്ന് KFC ചിക്കൻ്റെ കൂടെ ഒരു പിടി പിടിക്കണമല്ലോ. ഉപ്പിടുകയാണ്. മൈദ കൂട്ടിക്കുഴച്ച് കൊണ്ടിരിക്കുകയാണ്. കോൺഫ്ലവറും കൂടി ഇടണം. കുഴച്ച് നോക്കി തോരാതെയാണ് മഴ പെയ്യുന്നത്. ഗായ്സ്, നിങ്ങൾ ഇവിടെ പട്ടികാടുത്ത മഴ കണ്ടുണ്ടോ? പറ്റി പറഞ്ഞ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ജീപ്പ്. ഇവിടെ മഴ നല്ലപോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കി അമ്മ കുഴച്ചുകൊണ്ടിരിക്കട്ടെ. എനിക്ക് കൊതി വരിക. എന്തമ്മ കുഴച്ച് തീർന്നില്ലേ? റെസ്റ്റ് ചെയ്യാൻ പറ്റാം. അമ്മയ്ക്ക് തോരാത്ത നാണമാണ്. അമ്മയ്ക്ക് വീഡിയോയിൽ വരുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ല. ഇവിടെ എൻ്റെ അനിയത്തി കുറേ നേരമായിട്ട് വീഡിയോയിൽ വരാൻ നോക്കിയിരിക്കുകയാണ്. ഐസ് ബാഗ് വെച്ചൊക്കെയാണ്. ഞങ്ങളുടെ ഇവിടെ മാങ്ങ സീസൺ കഴിഞ്ഞാലാണ് മാങ്ങ വളരാൻ തുടങ്ങണം തന്നെ. ഓക്കെ, മാങ്ങ വളരുന്നുണ്ടോ? ഇവിടെ എല്ലാ മാങ്ങകളും എല്ലാ മാങ്ങയും നിലത്ത് വീണ് കിടക്കുകയാണ്. ഞങ്ങൾ നോക്കണ സമയത്ത് വീഴില്ല. ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ അപ്പോൾ എല്ലാ മാങ്ങയും കൂടി വീഴും. പിന്നെ അത് പൂച്ചയും പട്ടിയും കൂടിയൊക്കെ കടിച്ച് തിന്നും. ഇത് പട്ടിക്കാട് സെൻ്ററാണ്. കേൾക്കുമ്പോൾ തന്നെ ചിരി തോന്നും ചില ആൾക്കാർക്ക്. ഓക്കെ, ഇവിടെ 10 മിനിറ്റ് ചിക്കന് റെസ്റ്റ് എടുത്ത് നോക്കുകയാണ്. ഇവിടെ അമ്മയ്ക്ക് റെസ്റ്റ് ഇല്ല, പക്ഷേ ചത്ത ചിക്കന് റെസ്റ്റ് ഉണ്ട്. മഴ ഇപ്പോൾ അൺസ്റ്റോപ്പബിളായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺസ്റ്റോപ്പബിൾ എന്ന് വെച്ചാൽ അത്ര അൺസ്റ്റോപ്പബിൾ. 1 മണിക്കൂറായിപ്പോൾ മഴ പെയ്തിട്ട്. ഗായ്സ്, നിങ്ങൾക്കിത് ഓർമ്മയുണ്ട്? ഞാൻ ഇന്നലത്തെ വീഡിയോയിലെടുത്ത സാധനമാണ് ക്യാമലിൻ്റെ. ഇത് ഒരുവിധം കൊള്ളാവുന്ന സാധനമാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് കളറൊക്കെ വരുന്നത്. ഞാൻ വിചാരിച്ചു ഡബിൾ സൈഡർ ആയിരുന്നു. പിന്നെ കട്ടറും ഉണ്ടായില്ലേ. ഇവൾക്ക് കട്ടറ മെയിൻ ഫ്രീ കിട്ടിയ അതെല്ലാം അവൾക്ക് അത്ഭുതമാണ് കേട്ടോ. പറഞ്ഞു, നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന KFC ചിക്കനുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു പാത്രത്തിൽ മൈദയും കോൺഫ്ലവറും
കുരുമുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഈ കോൺഫ്ലവറും മൈദ മിക്സിലേക്ക് പുരട്ടി കഴിഞ്ഞിട്ട് വീണ്ടും അത് വെള്ളത്തിൽ മുക്കി പിന്നെയും ഈ മിക്സിലേക്ക് തന്നെ ഇട്ട് രണ്ടാമതും അത് മാരിനേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഓയിലിടുന്നത് കാണിച്ചോ. നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് കോരാൻ പോവുകയാണ്. ചിക്കൻ എടുത്തു, മാരിനേറ്റ് ചെയ്തു, വെള്ളത്തിൽ ഡിപ്പ് ചെയ്തു, വീണ്ടും അത് മാരിനേറ്റ് ചെയ്തിട്ടാണ് എണ്ണയിലേക്ക് ഇടുന്നത്. ഉടനെ ആകാംക്ഷത്തോടെ നോക്കാട്ടോ. ഓ KFC ചിക്കൻ. അമ്മ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ക്ഷമയോട് ചെയ്യുന്ന അമ്മയ്ക്കും ടുട്ടുവിനും ഒരു ലൈക്ക്. ഇതിവിടെ KFC ചിക്കനായിട്ട് കുറച്ചുകൂടി മതിയാണ്. ഇപ്പൊ KFC ചിക്കനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുറിച്ചെടുക്കുകയാണ്. ഇതാ രണ്ടാമത്തെ KFC ചിക്കൻ്റെ പീസ്. അങ്ങനെ നമ്മുടെ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ